ബ്രേക്കിംഗ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത പ്രേക്ഷകരിലേക്ക് ലേബി സജീന്ദ്രൻ എത്തിക്കും. നമ്മുടെ RTOയുടെ വിഷയമാണോ? RTO സസ്പെൻഡ് ചെയ്തു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. RTOയുടെ വാർത്തയാണെന്ന് പ്രേക്ഷകർ സ്വാഭാവികമായി സംശയിക്കും. RTOയെ സസ്പെൻഡ് ചെയ്ത് അതെങ്ങാനുമാണോ ബ്രേക്കിംഗ് വാർത്ത? ഡോക്ടർ അരുൺ, ആ വാർത്തയല്ല. അതിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നില്ല, നമ്മൾ വളരെ സെൻസേഷനൈസ് ചെയ്യപ്പെട്ട ഒരു വാർത്തയുടെ തുടർച്ചയാണ്. അതായത് നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് പരാതി. ആ പരാതി നൽകിയിരിക്കുന്നത് മുൻ ഭാര്യ അമൃത സുരേഷാണ്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത. മാത്രമല്ല, കുഞ്ഞിനെ കൂടി വലിച്ചിടിച്ചൊരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതത്തിൽ അത്യാവശ്യം ഗൗരവമുള്ള കേസ് എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുന്നു, ആക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. കുഞ്ഞിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കേസ് വന്നു. അന്ന് ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു. ആ കൊടുത്ത രേഖകളിലാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവർക്ക് അതിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് എഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിലെ 5-ാം പേജ് ഫോർജ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമൃത ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അമൃതയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രം അപ്പോഴൊക്കെ ബാല വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്, കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആയിരുന്നു. ആ പറയുന്ന ആൾ തന്നെ കുഞ്ഞിനായി കരുതി വെച്ച ഏക നിക്ഷേപത്തിലും കൃത്രിമം കാണിച്ചു. അതായത് കുഞ്ഞിനോടും ബാല വഞ്ചന കാണിച്ചു, ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമൃത സുരേഷ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കുഞ്ഞിനായി ആകെ ഒരു ഇൻഷുറൻസ് ചേർന്നിരുന്നു. ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുട്ടി മെച്ചൂറായി കഴിയുമ്പോൾ കുട്ടിയുടെ പഠന ചെലവിന്, കുട്ടിയുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള തുക എന്ന് പോലും അതിൽ പരാമർശിച്ചിട്ടുണ്ടത്രേ. അതിനൊക്കെ ആകെ ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കരുതലായി നീക്കി വച്ചിരിക്കുന്ന സമ്പാദ്യം ഇവരറിയാതെ തന്നെ അതിൻ്റെ പ്രീമിയം തുക അടയ്ക്കാമെന്ന് ഉള്ള വ്യവസ്ഥ കരാറിലുണ്ടായിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് പ്രീമിയം തുക അടച്ചിട്ടില്ല. അതുമാത്രമല്ല, അത് വിഡ്രോ ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ വഞ്ചന കുഞ്ഞിനോട് പോലും കാണിച്ചിരിക്കുന്നു. തന്നെയും കുഞ്ഞിനെയും വഞ്ചിച്ചു എന്നതിനുപരിയായി നിയമവ്യവസ്ഥയെ ബാല ചോദ്യം ചെയ്തിരിക്കുന്നു, ഹൈക്കോടതിയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബാലയ്ക്കെതിരെ അമൃത സുരേഷ് ഉന്നയിക്കുന്നത്. അമൃത സുരേഷിന്റെ ഒരു പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻസൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ. അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടൊന്നുമല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയനല്ലേ. അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ്
എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റെസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. നമുക്ക് പൈസ വേണ്ട, എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അവൾക്ക് ഇന്നത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി. അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, അതും എടുത്തു. അപ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ കൂടെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവളുടെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു എമൗണ്ടാണ്. അതുവരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൂടെ വീണ്ടും പറ്റിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. വിഷമമുള്ള കാര്യമാണ്. കുറേ നാളുകളായിട്ട് ഞാനും ഫാമിലിയും ഫുള്ള് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാം. ഇപ്പോൾ ലാസ്റ്റ് ആ ഇൻസിഡൻറ്റോടുകൂടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ വീണ്ടും അതിനു വേണ്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ ഇത്രയും കള്ളത്തരം കാണിക്കുക. മോളെയും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി, 18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പാപ്പിന് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ ഞാനല്ലേ ഉള്ളൂ. മാത്രമല്ല നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗലി മകൾക്കും ഭാവിയിലേക്ക് അത് നാളെ കൊച്ചു എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പറയാനൊരു ഉത്തരമില്ല. മാത്രമല്ല ഈ കേസിനും നമ്മളതിനെ ലീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവുന്ന ലീഗൽ അഡ്വൈസ് ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകാനോ ഒന്നും നിൽക്കില്ലായിരുന്നു. ഇപ്പം തന്നെയാണെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ഈ എൻറ്റയർ കേസ് നടന്ന സമയത്ത് പോലും ഈ പൈസേനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് സമാധാനമായിട്ടിരിക്കണം എന്നുള്ളൊരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മകളുടെ ഫ്യൂച്ചറിനും നമ്മളുടെ കേസിനും നെഗറ്റീവായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യണുണ്ടായിരുന്നില്ല കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സും. സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന കാര്യമില്ലല്ലോ. അതും ഹൈക്കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക, ആ ഒരു എൻറ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക, അതിനകത്ത് എൻ്റെ കള്ളൊപ്പ് ഇടുക, അതിൽ പറഞ്ഞിരിക്കുന്ന അമൃത സുരേഷാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.